ഹോമിയോപ്പതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം സംസാരിക്കുന്നു. തത്സമയം 1973-ലാണ് 1960-ൽ DHMS കോഴ്സും 75-ൽ BHMS കോഴ്സും ആരംഭിച്ചതോടെ ഹോമിയോപ്പതി വിദ്യാഭ്യാസ മേഖല നല്ല രീതിയിൽ വികസിക്കുകയുണ്ടായി. 1991-ൽ ഹോമിയോപ്പതിയിലെ PG കോഴ്സുകളും കേരളത്തിൽ ആരംഭിച്ചു. ഇങ്ങനെ പരിശോധിച്ചാൽ ക്രമപ്രവൃത്തമായ രീതിയിൽ ഹോമിയോപ്പതി ചികിത്സ നാട്ടിൽ പുരോഗമിച്ചതായി കാണാൻ നമുക്ക് കഴിയും. കൂടുതൽ ജനങ്ങൾക്ക് അത് സ്വീകാര്യമാവുകയും ചെയ്യുകയാണ്. 1957-ൽ ഏക ഡിസ്പെൻസറിയാണ് ആരംഭിച്ചതെങ്കിൽ ഇന്ന് 1100ഓളം സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇത് മുഖേന രോഗീ പരിചരണം ഉറപ്പുവരുത്തുന്ന നിലയിലേക്ക് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും സർക്കാർ മേഖലയിൽ ഹോമിയോ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നു. നേമം, കോട്ടയം, ചോറ്റാനിക്കര എന്നിവിടങ്ങളിൽ എയ്ഡഡ് മേഖലയിലും ഹോമിയോ മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ ചികിത്സാ പദ്ധതിയുടെ സ്വീകാര്യതയാണ് എടുത്തു കാണിക്കുന്നത്. കേരളത്തിലെ ഹോമിയോപ്പതിയുടെ വളർച്ചയിൽ സ്വാമി ആതുരദാസിൻ്റെയും ഡോക്ടർ KS പ്രകാശത്തിൻ്റെയും സംഭാവനകൾ എന്നും സ്മരിക്കേണ്ടതാണ്. കോട്ടയത്ത് ഹോമിയോ കോളേജ് സ്ഥാപിച്ച ആതുരദാസ് സ്വാമി ഹോമിയോപ്പതിയുടെ പ്രചാരണത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ്. കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോ കോളേജിൻ്റെ സ്ഥാപക പ്രിൻസിപ്പാളായിരുന്ന ഡോക്ടർ KS പ്രകാശം ഹോമിയോപ്പതിയുടെ വിദ്യാഭ്യാസ വികസനത്തിന് ക്രിയാത്മകമായ നേതൃത്വമാണ് നൽകിയത്. ചോറ്റാനിക്കരയിൽ ഹോമിയോ കോളേജ് സ്ഥാപിച്ച ഡോക്ടർ പടിയാറിൻ്റെ സേവനങ്ങളും വിസ്മരിക്കാവുന്നതല്ല. പൊതുജനാരോഗ്യ പരിപാലന രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ ഹോമിയോപ്പതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച ഒരു സവിശേഷ പദ്ധതി സ്ത്രീകളുടെ ശാരീരിക മാനസികാരോഗ്യ പരിപാലനമാണ് ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിലുള്ള ലിംഗാധിഷ്ഠിത ആരോഗ്യ പരിപാലന പരിപാടി ഒരു പുതിയ മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഈ സങ്കല്പത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട അമ്മയും കുഞ്ഞും പദ്ധതി വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അങ്ങേയറ്റം സന്തോഷമുള്ളൊരു കാര്യമാണ്. വിശദമായ മറ്റ് കാര്യങ്ങൾ ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി സഖാവ് ശൈലജ ടീച്ചർ സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എനിക്ക് നിശ്ചയിച്ചൊരു പരിപാടിയുടെ സമയം കഴിഞ്ഞുപോയി. അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ഹോമിയോപ്പതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ.